ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വീണ്ടും നോക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2024-25 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10th പ്രിലിംസിലെ എക്സാമിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾക്കാണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ താരതമ്യേന വീതി കുറവ്. അത് ശരിയായ ഓപ്ഷനാണ്. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ താരതമ്യേന വീതി കുറവായതാണ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലമാണ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അതും ശരിയായ ഓപ്ഷൻ തന്നെയാണ്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ വീതി താരതമ്യേന കൂടുതൽ. അത് തെറ്റാണ്. വീതി താരതമ്യേന കുറവാണ്. എന്നാൽ കിഴക്കൻ തീരസമതലത്തിലാണെങ്കിൽ വീതി താരതമ്യേന കൂടുതലാണ്. അതിനാൽ ഓപ്ഷൻ സി ആയിട്ടുള്ള 1ഉം 3ഉം, ഈ ഒന്നാമത്തെയും മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരി ഉത്തരം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. കല്ലുമാല സമരം നടന്ന വർഷം 1915 ആയിരുന്നു. ശരിയായ ഓപ്ഷനാണ്. രണ്ടാമത്തേത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആ ഓപ്ഷൻ തെറ്റാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യങ്കാളി അല്ല, ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അത് അയ്യങ്കാളിയുമായി ബന്ധം ഉള്ള ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആയിട്ടുള്ള തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന ഓപ്ഷനാണ് ഇവിടെ തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ എ 2 മാത്രം തെറ്റ്. അതാണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. അത് ശരി തന്നെയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും എന്നുള്ള ഓപ്ഷൻ ശരി തന്നെയാണ്. അടുത്തത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. അത് തെറ്റായ ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എങ്ങനെയാണ്? രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അതും ശരിയായ ഓപ്ഷൻ തന്നെയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. അതുകൊണ്ട് ഓപ്ഷൻ 2 മാത്രം, അതായത് ഓപ്ഷൻ സി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായി വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ 1 ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് തന്നെ പരിഗണിക്കാം. കാരണം 52 സെക്കൻഡ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. പക്ഷേ പല പാഠ്യപുസ്തകങ്ങളിലും 51 സെക്കൻഡ്, 51 to 52 സെക്കൻഡ് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. അടുത്ത ഓപ്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്.
ആ ഓപ്ഷൻ ശരിയാണ്. 1911 ഡിസംബർ 7 കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പോൾ ആ ഓപ്ഷനും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഓപ്ഷൻ തെറ്റാണ്. ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളെന്ന് പറയുന്നത് വന്ദേ മാതരം എന്ന വരികളാണ്. അത് ദേശീയ ഗീതത്തിലെ വരികളാണ്. എന്നാൽ നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ് ശരി. അങ്ങനെയെങ്കിൽ ബി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരി. ഓപ്ഷൻ 1ഉം 2ഉം മാത്രം ശരി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ 1, 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. പുതിയ നിയമം അനുസരിച്ച് 3 വർഷമോ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഈ ഓപ്ഷൻ ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസറിൽ തന്നിട്ടുള്ള ഓപ്ഷൻ സി എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എന്നതിലുപരി പ്രയോജനമായി എന്ന് കരുതുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാതെ കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും ഉണ്ടാവുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.